തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ പരകോടിയിൽ എത്തി നിൽക്കുന്ന സംസ്ഥാനം. തകർത്തു പെയ്യുന്ന മഴയിലും തെരഞ്ഞെടുപ്പ് ചൂടിന് ഒട്ടും കുറവില്ല ബീഹാറിൽ. ദേശീയ നേതാക്കന്മാർ ബീഹാറിന്റെ മുക്കിലും മൂലയിലും കളം നിറഞ്ഞു കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരായ സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, AICC ജനറൽ സെക്രട്ടറി സച്ചിൻ പൈലറ്റ്, പവൻ ഖേര, മനീഷ് തിവാരി, ജയറാം രമേശ് തുടങ്ങി കോൺഗ്രസിന്റെ ഒന്നാം നിര രണ്ടാം നിര നേതാക്കന്മാരെല്ലാം ബീഹാറിൽ കളം നിറഞ്ഞു കഴിഞ്ഞു. കോൺഗ്രസിന്റെ മാത്രമല്ല BJPയുടെ നേതാക്കന്മാരും ബീഹാറിലുണ്ട്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, ഒപ്പം തന്നെ BJPയുടെ മുഖ്യമന്ത്രിമാർ എല്ലാവരും തന്നെ ബീഹാർ രാഷ്ട്രീയത്തിൽ കളം നിറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാദേശികമായി ബീഹാറിൽ RJDക്ക് നേതൃത്വം നൽകുന്ന തേജസ്വി യാദവ് ഉണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാരായ രാജേഷ് റാം, കനയ്യകുമാർ, പപ്പു യാദവ്, മറുഭാഗത്ത് ജനതാദൾ യുണൈറ്റഡിന്റെ നിതീഷ് കുമാർ ഉണ്ട്, ജിതിൻ റാം മാഞ്ചിയുണ്ട്, ചിരാഗ് പാസ്വാൻ ഉണ്ട്. ഇത്തരത്തിൽ എല്ലാ നേതാക്കന്മാരും ബീഹാറിൽ കളം നിറഞ്ഞ ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങളും പുറത്തെടുത്ത് ബീഹാർ പിടിച്ചെടുക്കാനുള്ള, ബീഹാർ നിലനിർത്താനുള്ള പോരാട്ടം കനക്കുകയാണ്. ഒരു ഭാഗത്ത് ബീഹാറിൽ എന്ത് വില കൊടുത്തും ഇത്തവണ സർക്കാർ ഉണ്ടാക്കാനാണ് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നത്. RJD നേതാവ് തേജസ്വി യാദവിന്റെ ചിറകിലേറിക്കൊണ്ട് ആണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് പോകുന്നത് എന്നതിൽ സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. കാരണം കോൺഗ്രസിനേക്കാൾ ശക്തി ബീഹാറിൽ RJDക്ക് തന്നെയാണ്. RJDയുടെ നേതാവ് തേജസ്വി യാദവിന്റെ പിതാവ് ലാലു പ്രസാദ് യാദവ് കൂടി തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇറങ്ങിയതോടുകൂടി RJD പ്രവർത്തകർക്കെല്ലാം വലിയ ആവേശം വന്നിട്ടുണ്ട്. പരമ്പരാഗതമായി RJDയുടെ വോട്ട് ബാങ്ക് യാദവ വോട്ട് ബാങ്കുകളാണ്. ആ യാദവ വോട്ട് ഇത്തവണ മുഴുവനായും RJDക്ക് പെട്ടിയിലേക്ക് എത്തുമ്പോൾ കോൺഗ്രസിന് ബ്രാഹ്മണ, പിന്നോക്ക വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളും കൂടി ക്യാൻവാസ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു 140-നും 150-നും ഇടയിൽ സീറ്റ് നേടി അധികാരത്തിലേക്ക് വരാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തുന്നത്. സമാനമായ തരത്തിലുള്ള പ്രചരണമാണ് ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികൂലമായ കാലാവസ്ഥ കാരണം പലയിടങ്ങളിലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ കഴിയാത്തതിനാൽ പല ദേശീയ നേതാക്കൾക്കും പ്രചരണത്തിന് എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം ടെലികോൺഫറൻസ് വഴി ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി റോഡ് മാർഗമാണ് പല തെരഞ്ഞെടുപ്പ് വേദികളിലും എത്തുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, കനത്ത മഴയെപ്പോലും അവഗണിച്ച ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇതെല്ലാം വോട്ടായി മാറുമ്പോൾ ബീഹാറിൽ ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കാമെന്നാണ് രാഹുൽ ഗാന്ധിയുടെ കണക്കുകൂട്ടൽ. രാജ്യത്ത് നടന്ന വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ട ഈ വിഷയം തുറന്നു കാണിച്ച രാഹുൽ ഗാന്ധി ബീഹാറിൽ നടത്തിയ വോട്ടധികാർ യാത്ര വലിയ ജനപ്രീതി പിടിച്ചുപറ്റിയിരുന്നു. ജനങ്ങൾ അത് ഹൃദയത്തോട് ചേർത്ത് ഏറ്റെടുത്തിരുന്നു. ആ യാത്രയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ പ്രചരണ പ്രവർത്തനങ്ങളും വോട്ടായി മാറുമ്പോൾ കേവല ഭൂരിപക്ഷം മറികടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല, ബീഹാർ ഭരിച്ച് ഒടിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കഴിഞ്ഞ 20 വർഷത്തോളമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെതിരായ ഭരണവിരുദ്ധ വികാരം, ബീഹാറിന്റെ മണ്ണിൽ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും വർഗത്തിന്റെയും പേര് പറഞ്ഞ ബീഹാറിലെ ജനങ്ങളെ തമ്മിലടിപ്പിച്ച വിഭജന രാഷ്ട്രീയത്തിന്റെ പുതിയ വിത്തുപാകാൻ ശ്രമിക്കുന്ന BJPയുടെ രാഷ്ട്രീയത്തിനും ബീഹാറിലെ ജനങ്ങൾ ഇത്തവണ മറുപടി കൊടുക്കുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് അംഗം അതിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ദേശീയ നേതാക്കന്മാർ മുഴുവൻ ബീഹാറിൽ കളം നിറയുന്നത്. മറുഭാഗത്ത് NDA ക്യാമ്പ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ, കഴിഞ്ഞ പൊതു ബജറ്റിൽ ബീഹാറിന് ഒരുപാട് പദ്ധതികൾ വാരിക്കോരി നൽകിയിരുന്നു. ബീഹാറിന്റെ പരമ്പരാഗതമായ മക്കാന കർഷകർക്ക് നിരവധിയായ പദ്ധതികളാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ബീഹാറിന് വേണ്ടി ഒരു കോച്ച് ഫാക്ടറി, ബീഹാറിൽ NIT, ബീഹാറിൽ IIT, ബീഹാറിലേക്ക് പ്രത്യേക തീവണ്ടി സർവീസുകൾ, ബീഹാറിന് നിരവധിയായ പദ്ധതികൾ, വാണിജ്യ പാർക്ക്, ഇൻഡസ്ട്രി പാർക്ക് തുടങ്ങിയവ ബീഹാറിന് അനുവദിച്ചിരുന്നു. ഇതെല്ലാം അനുകൂലമായി മാറും. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന തൊട്ടു മുമ്പ് ബീഹാറിലെ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ നിക്ഷേപിക്കുന്ന ഒരു പദ്ധതി കൂടി സംസ്ഥാന സർക്കാർ യാഥാർത്ഥ്യമാക്കിയിരുന്നു. ഇതെല്ലാം വോട്ടായി മാറുമ്പോൾ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ പ്രചരണങ്ങളെയും ഭരണവിരുദ്ധ വികാരത്തെയും മറികടക്കാൻ കഴിയുമെന്നാണ് നിതീഷ് കുമാറിന്റെയും BJPയുടെയും കണക്കുകൂട്ടൽ. പക്ഷേ ബീഹാർ സംസ്ഥാനം ഒന്നടങ്കം സഞ്ചരിച്ച നിഷ്പക്ഷരായ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നത് ജനതാദൾ യുണൈറ്റഡിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ബീഹാറിലുള്ളത്. അതോടൊപ്പം തന്നെ BJPയുടെ വർഗീയ വിഭജന രാഷ്ട്രീയത്തിനെതിരെയും ബീഹാറിലെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നെങ്കിൽ 140-നും 150-നും ഇടയിൽ സീറ്റ് നേടി ഇന്ത്യ സഖ്യം അധികാരത്തിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് ബീഹാറിൽ നിന്നും പുറത്തുവരുന്ന വിവരം.